അയ്യ വണക്കം പോരാ, ഒറിജിനാലിറ്റി പോരാ. കൊടുക്കുന്ന വാർത്തയിലേ ഒരു ഒറിജിനാലിറ്റി ഇല്ല എങ്കിൽ വ്യാജ വാർത്ത ചമയ്ക്കുന്നതിൽ ഒരു ഒറിജിനാലിറ്റി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയൊക്കെ വിനയം മുഖത്ത് വാരിത്തേച്ച് വെച്ചാലും ഇടയ്ക്കിടയ്ക്ക് ആ ഫ്രാഡുകൾ പുറത്തേക്ക് തള്ളി വരും എന്ന് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മൂട് പറയുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ട്രീ പോർട്ടർ ചാനലിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ട്രീ പോർട്ടർ ചാനൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ആരോപണമല്ല, ഒരു വലിയ വിസ്ഫോടനാത്മകമായിട്ടുള്ളൊരു വാർത്ത ഞങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വാർത്ത കൊണ്ടുവന്നു. ഈ ഇടയ്ക്കാണ് ഇത്തരത്തിൽ നമ്മുടെ ന്യൂസ് ചാനലുകൾ അതപ്പതിക്കാൻ തുടങ്ങിയത്. അതായത് ഇവന്മാർക്ക് വാർത്ത ഇല്ലാഞ്ഞിട്ടല്ല, സംഭവം ഇവന്മാരുടെ ചാനലിലിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയുള്ള ഇവന്മാരുടെ മുതലാളിമാരെ വെള്ളപൂശാനും പിന്നെ ഇവന്മാരുടെ ചാനലിൻ്റെ മുഖച്ഛായ അല്ലെങ്കിൽ പ്രതിച്ഛായ അങ്ങനെ ഒരു സാധനം ഇല്ല യഥാർത്ഥത്തിൽ. എങ്കിലും അതുണ്ടെന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ച് അത് സംരക്ഷിച്ചെടുക്കാനുമാണ് ഇത്തരത്തിലേക്ക് ഒരു മാധ്യമത്തിൻ്റെ ഒരു കൾച്ചർ ഇത്ര തരം താഴ്ന്നു പോയത് കേരളത്തിലേക്ക് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിർവാഹവുമില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടല്ലോ, ഞാനൊക്കെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ്, മാതൃഭൂമി, മനോരമ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിറയ്ക്കും. ഇപ്പം പെടുക്കും. ആ ഒരു ലെവലിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു. അതായത് ഈ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പുറത്തൂടെ പോകുമ്പോൾ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പുറത്തൂടെയൊക്കെ പോകുമ്പം ഞാനൊക്കെ ആ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കി സ്വാഭാവികമായിട്ടൊന്ന് നെടുവീർപ്പിട്ടിട്ട് ഞാൻ തന്നെ വിചാരിക്കും, ഇനി നമുക്കൊക്കെ ഇനി എപ്പോഴാണ് ഇവിടെയൊക്കെ വന്ന് ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിക്കുക എന്നുള്ളൊരു തോന്നൽ ആ സമയത്ത് നമുക്കെല്ലാവർക്കും, പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അന്ന് വലിയ സെറ്റപ്പുകളൊന്നുമില്ല. കാരണം യൂട്യൂബ് ഇത്രയധികം വികസിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ടൈമായിരുന്നു. ഡിജിറ്റൽ ഇന്ത്യയൊക്കെ എസ്റ്റാബ്ലിഷ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് ഇവന്മാരെയൊക്കെ മലത്തിയടിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് കൂടുതലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളൊരു ബോധം അതിനുശേഷം വന്നത്. അതിനുശേഷം നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ട്, അതായത് സ്റ്റഫില്ലാതെ ചുമ്മാ വളവളാ പറഞ്ഞാൽ ആരും കേൾക്കില്ല. സ്റ്റഫുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രേക്ഷകരുണ്ടാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഈ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം വലിയ ഒരു മാധ്യമ സ്ഥാപനമായി, മാധ്യമ സിംഗമായി വിരാജിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനുശേഷമാണ് 24 ന്യൂസ് എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം വന്നത്. 24 ന്യൂസ് വന്നപ്പോഴേക്കും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ നട്ടും ബോൾട്ടും എല്ലാം ഇവർ അഴിച്ചു തുടങ്ങി. യഥാർത്ഥത്തിൽ ന്യൂസ് ചാനലുകളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടി ജനങ്ങൾ സമീപിക്കുന്ന ന്യൂസ് ചാനലുകളെ ഇവർ ആക്കി മാറ്റി. അതായത് ഇൻഫർമേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്. ശ്രീകണ്ഠൻ നായരുടെ രാവിലെ വന്നു കഴിഞ്ഞാലുള്ള ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, അങ്ങനെയുള്ള പല പരിപാടികളും ഈ സാറ്റലൈറ്റ് മീഡിയകളിൽ വരാനായിട്ട് തുടങ്ങി. അതിനുശേഷം അവിടെ വലിയ രീതിയിലുള്ള, അതായത് നമ്മുടെ മാധ്യമ സംസ്കാരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ശ്രീകണ്ഠൻ നായർ കടന്നുകയറ്റം വന്ന് കയറാനായിട്ട് തുടങ്ങി. അത് എല്ലാ മാധ്യമങ്ങളിലും പ്രകടമായിട്ട് നമ്മൾ കണ്ടതാണ്. ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ആ സമയത്താണ് നമുക്ക് പരിചിതമാകുന്നത്. നേരത്തെ തന്നെ ഇത് വിദേശ മാധ്യമങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇരിക്കുന്ന ഫ്ലോറിൽ, അതായത് മാധ്യമപ്രവർത്തകൻ നിൽക്കുന്ന ഫ്ലോറിൽ തന്നെ ബസ് വരിക, ഫ്ലൈറ്റ് വരിക, സുനാമി ഉണ്ടെങ്കിൽ സുനാമി ഡയറക്റ്റായിട്ട് കാണിക്കുക, മാധ്യമപ്രവർത്തകൻ സുനാമിയിൽ നിന്നിങ്ങനെ സർഫ് ചെയ്യുക. ഇതൊക്കെ അങ്ങനെയാണ് വന്നു തുടങ്ങിയത്. ഈ മാധ്യമപ്രവർത്തനത്തിൽ എല്ലാ കാലത്തും അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആ മാറ്റങ്ങൾ ഉണ്ടായത് എത്തിക്കലായിട്ട് ആ മാധ്യമ പ്രവർത്തനത്തെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ടെക്നിക്കലി പല മാറ്റങ്ങളും ഉണ്ടായിരുന്നു, പക്ഷേ എത്തിക്കൽ മാറ്റം ഈ ഒരു 24 ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ വന്നപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ടെക്നിക്കൽ മാറ്റം എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ന്യൂസ് ചാനലുകൾ ഈ ഡിബേറ്റ് നടത്തുമല്ലോ, ഈ ഡിബേറ്റ് നടത്തുന്ന ഈ സംഭവം ന്യൂസ് ചാനലുകൾ അല്ലെങ്കിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത് മലയാളിക്ക് അവതരിപ്പിച്ച് കൊടുക്കുന്നത് നികേഷ് കുമാർ എന്ന് പറയുന്ന ലെജൻഡാണ്. ഞാൻ ലെജൻഡ് എന്ന് അദ്ദേഹത്തെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് എന്നോട് നീരസം തോന്നാം. കാരണം നികേഷ് കുമാർ ഒരു CPM കാരനാണ്. നികേഷ് കുമാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല എന്ന് ചില ആൾക്കാർക്കൊക്കെ തോന്നും. പക്ഷേ ആസ് എ മീഡിയ സ്റ്റുഡൻറ്റ് ഐ റെസ്പെക്ട് ഹിം. ബിക്കോസ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഗുരുതുല്യരാണ് പല മാധ്യമ പ്രവർത്തകർക്കും. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, അതൊരു സെക്കൻഡറി വിഷയമാണ്. നമുക്കെന്തെങ്കിലും പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വിപ്ലവാത്മകമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഫീൽഡിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം തന്നെ നമുക്ക് ഗുരുസ്ഥാനീയരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനിപ്പോൾ ആരായിരുന്നാലും ശരി തന്നെയാണ്.
അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് അത് കൊണ്ടുവന്നത്. അതിനുശേഷം വളരെ ഗംഭീരമായിട്ടുള്ളൊരു ചേഞ്ച് ഈ മാധ്യമ മേഖലയിൽ വന്നത് നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഈ ചാനൽ കൊണ്ടുവന്നപ്പോഴാണ് അതിഭീകരമായിട്ട് വന്നത്. അതിനോടൊപ്പം തന്നെ എത്തിക്കലി ഒരു ചേഞ്ച് കൂടെ മാധ്യമ പ്രവർത്തനത്തിന് സംഭവിച്ചു. ആ എത്തിക്കൽ ചേഞ്ചിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ട്രീ പോർട്ടർ ചാനലിൽ കണ്ടത്. അതായത് തങ്ങളെ എതിർക്കുന്ന പല ആൾക്കാർക്കെതിരെയും വ്യാജ വാർത്തകൾ യാതൊരു ആരോപണവുമില്ലാതെ പടച്ചുവിടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഇങ്ങനെ പടച്ചുവിടുകയാണ്. ശ്രീകണ്ഠൻ നായരുടെ ചാനലായിട്ടുള്ള ആ ചാനൽ, ഇത് 24 ചാനൽ, ഈ ചാനൽ ഇത് പടച്ചുവിടാൻ തുടങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാം. മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമമായിട്ടുള്ള ആ മാധ്യമത്തിലെ CEO ആയിട്ടുള്ള ഷാജൻ സ്കറിയയുടെ ഭാര്യ വലിയ രീതിയിൽ തട്ടിപ്പ് കാണിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത അവർ വലിയ രീതിയിൽ കൊണ്ടുവന്നതാണ് ഇവർ ഈ പരിപാടി തുടങ്ങി വയ്ക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ് ഇവർ കൊണ്ടുവന്ന പ്രബലമായിട്ടുള്ളൊരു വ്യാജ വാർത്ത എന്ന് പറയുന്നത്. അതിനുശേഷം അതിനകത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ഈ 24 ചാനലിനകത്ത് വർക്ക് ചെയ്യുന്ന സഹിൻ ആൻ്റണി എന്ന് പറയുന്ന അതിൻ്റെ ഒരു മാധ്യമ പ്രവർത്തകൻ, ഇപ്പോൾ വേറെ ഏതോ മാധ്യമത്തിൽ അന്തസ്സായിട്ട് പുള്ളിക്കാരൻ ജോലി ചെയ്യുകയാണ്. ഈ ശബരിമല അതിൻ്റെ ഈ ചെമ്പോലയെക്കുറിച്ച് ഒരു മാധ്യമ വാർത്ത കൊണ്ടുവന്നു. ആ വാർത്തയും നല്ല ഒന്നാം തരം ഗജ ഫ്രോഡ് വാർത്തകളായിരുന്നു. ഇത്തരത്തിൽ പല 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 വ്യാജ വാർത്തകൾ ഇവരിങ്ങനെ കൊടുത്ത് സസന്തോഷം നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവരിത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കാണാനായിട്ട് പ്രേക്ഷകരുള്ളത് കൊണ്ടാണല്ലോ. ആ പ്രേക്ഷകരുടെ കാര്യത്തിൽ കുറവൊന്നും വരാൻ പോകുന്നില്ല, അത് കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. കാരണം നമ്മുടെ പ്രേക്ഷകർക്ക് എപ്പോഴും ഈ മാധ്യമ പ്രവർത്തകർ കൂടുതലും നെഗറ്റീവ് വാർത്തകളാണ് കൊടുക്കുന്നത് എന്ന് പല ആൾക്കാരും പരാതി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പരാതി പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പോസിറ്റീവ് വാർത്ത കൊടുക്കുകയാണ്, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു പോസിറ്റീവ് വാർത്ത കൊടുക്കാം. പക്ഷേ ഈ പോസിറ്റീവ് വാർത്ത കൊടുക്കുമ്പോൾ ഇത് കാണാനായിട്ട് പ്രേക്ഷകരില്ല. അതേസമയം 2 പേരെ വെട്ടിക്കൊന്നതോ കുത്തിക്കൊന്ന വാർത്തയൊക്കെ ആണെങ്കിൽ പ്രേക്ഷകർ ഒരുപാട് കാണാനായിട്ട് കാണും. നമ്മളൊരു മാധ്യമ പ്രവർത്തകനായി പഠിക്കുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തരുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചാനലിന് റേറ്റിംഗ് കിട്ടുന്ന സമയം എപ്പോഴാണെന്ന് പറയുമ്പോൾ രാത്രി 10 മണി മുതൽ 11 മണി വരെയുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ജനങ്ങളെല്ലാം വാർത്താ ചാനലിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും. അല്ല, ആ സമയത്താണ് ഈ FIR, ക്രൈം ഫയൽ തുടങ്ങിയ പരിപാടികൾ ഈ ചാനലുകൾ സംരക്ഷണം ചെയ്യുന്നത്. ഇത് കാണാനായിട്ട് മലയാളിക്ക് അല്ലെങ്കിൽ പ്രേക്ഷകന് വലിയ ഇൻട്രസ്റ്റാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് റേറ്റിംഗ് കുറച്ച് ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടി നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് വാർത്തകൾക്ക് എപ്പോഴും വലിയ ആരാധകരുണ്ട്. അതുകൊണ്ടാണ് ഇവർ നെഗറ്റീവ് വാർത്തകൾ എപ്പോഴും പ്രേക്ഷകനിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് കാണാൻ പ്രേക്ഷകന് വലിയ ഇൻട്രസ്റ്റുമാണ്. ഇതിനെ കുറ്റം പറയുന്ന ആൾ പോലും ഇത് കണ്ടു കഴിഞ്ഞ ശേഷമാണ് ഇത് കുറ്റം പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയും സ്വാഭാവികമായിട്ടുള്ള ഹ്യൂമൻ നേച്ചറാണ്, ഒരു മനുഷ്യ സഹജമായിട്ടുള്ളൊരു ത്വരയും അതിനകത്തുണ്ടാകും. പക്ഷേ ഈ സംഭവം എത്തിക്കലായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനമല്ല. എത്തിക്കലായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനം അല്ലാത്തത് കൊണ്ട് തന്നെ ഈ സംഭവത്തെ നമ്മൾ എൻഡോഴ്സ് ചെയ്യാനും പാടില്ല. അത് കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ഒരു തീരുമാനമെടുത്താലേ അത് നടക്കുകയുള്ളൂ. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കില്ല. കാരണം ഏത് തരത്തിലും ആരെക്കുറിച്ചും എന്ത് തരവഴിത്തരവും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് റേറ്റ് കൂട്ടാനുള്ള ഒരു മഹാ ഓട്ടത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെന്നൊക്കെ പറയുന്നത്. ഞാൻ പല പല വലിയ വലിയ മാധ്യമ പ്രവർത്തകരെ, അവരുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, എന്തിനാണ് നമ്മൾ വെറുതെ അവരെയൊക്കെ കുഴപ്പത്തിലാക്കുന്നത്. വലിയ വലിയ പ്രബലമായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെയൊക്കെ കാണുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, സാർ ഇപ്പോൾ പണ്ട് നമ്മൾ ഇവിടെയൊക്കെ വന്ന് ഒന്ന് വർക്ക് ചെയ്യാനായിട്ട് കൊതിച്ചൊരു കാലമുണ്ട്. ഇന്ന് ആർക്കും ഈസിയായിട്ട് കയറിപ്പറ്റാൻ പറ്റുന്നൊരു മേഖലയായി മാറി മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. പണ്ടത്തെ കാലത്ത് വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനെ മാത്രമേ ഇതിനകത്തോട്ടൊക്കെ എടുക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ചുമ്മാ അതുവഴി ഒന്ന് നടന്നു പോയാൽ മതി പിടിച്ച് മാധ്യമ പ്രവർത്തകനാക്കുന്ന കാലമാണ് പല മാധ്യമ സ്ഥാപനങ്ങളിലും ഉള്ളത്. ഇത് പറയാനായിട്ടുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ട്രീ പോർട്ടർ ചാനൽ, ഈ ട്രീ പോർട്ടർ ചാനലിൻ്റെ MD എന്ന് പറയപ്പെടുന്ന വ്യക്തി ആൻഡ്രൂ അഗസ്റ്റിനാണ്. ഈ ആൻഡ്രൂ അഗസ്റ്റിൻ ആരാണ്? ഇയാൾ എവിടെ നിന്ന് വന്നു? ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മുടെ മലയാളിക്ക് അറിയാനിട്ടല്ല. നമ്മുടെ മലയാളിക്ക് ഇത് നല്ലതുപോലെ അറിയാം. പക്ഷേ മലയാളി ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണാൻ ആഗ്രഹിക്കുന്ന ചാനൽ എന്ന് പറയുന്നത് ഈ ട്രീ പോർട്ടർ ചാനലാണ്. അത് മലയാളിയുടെ ഒരു നേച്ചറാണ്. ഈ പ്രബുദ്ധ മലയാളി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതായത് മലയാളി പ്രബുദ്ധനാണ്. മലയാളി എല്ലാ കാര്യത്തിലും അവരുടേതായിട്ടുള്ള നിലപാടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള നിലപാടുള്ള വ്യക്തിയാണ് ഇതുപോലുള്ള ചാനലുകളെയൊക്കെ വളർത്തി വലുതാക്കി വിടുന്നത്. ഇപ്പോൾ എന്താണ് സംഭവം? കഴിഞ്ഞ ദിവസം BJPയുടെ
സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ ട്രീ പോർട്ടർ ചാനൽ ഒരു വാർത്ത കൊണ്ടുവന്നു. ഞാൻ BJP പ്രസിഡൻ്റായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ വലിയ ഫാൻ ബോയ് ഒന്നുമല്ല, കെ സുരേന്ദ്രൻ്റെ ഫാൻ ബോയ് അല്ല, കേരളത്തിലെ ഒരു BJP പ്രസിഡന്റുമാരുടെയും ഫാൻ ബോയ് അല്ല, ഞാൻ ഒരു BJP നേതാക്കളുടെയും ഫാൻ ബോയ് അല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പിണറായി വിജയൻ്റെയും ഫാൻ ബോയ് അല്ല, VD സതീശൻ്റെയും ഫാൻ ബോയ് അല്ല, കേരളത്തിലെ രാഷ്ട്രീയത്തിന് സ്റ്റാൻഡേർഡ് പോരാ എന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ഇവരുടെ ആരുടെയും ഫാൻ ബോയ് ആകാൻ ഞാൻ തയ്യാറല്ല, ഒരുക്കമല്ല. അതേസമയം കേന്ദ്രത്തിലോട്ടും അന്താരാഷ്ട്ര പൊളിറ്റിക്സിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കോരിത്തരിപ്പിക്കുന്ന പല വാർത്തകളും പല നിഗൂഢ രഹസ്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ചൂണ്ടാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഒരാൾ അയാൾക്കതൊരു വലിയൊരു ആരോപണം വരുന്നു, അല്ലെങ്കിൽ അത് ചെയ്തു എന്ന് അയാൾ തെളിയുന്നു. നാളെ അയാളാണ് ഇവിടുത്തെ മുഖ്യമന്ത്രിയാവുക, അല്ലെങ്കിൽ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയാവുക, അല്ലെങ്കിൽ ഇവിടുത്തെ മന്ത്രി സ്ഥാനങ്ങൾ അലങ്കരിക്കുക, MLA സ്ഥാനങ്ങൾ അലങ്കരിക്കുക, MP സ്ഥാനങ്ങൾ അലങ്കരിക്കുക. ഇങ്ങനെയാണ് കേരളത്തിലെ ജനജീവിതം മുന്നോട്ട് പോകുന്നതും കേരളത്തിലെ പല രീതിയിലുള്ള പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നതും. അവർക്കൊക്കെ ഇവിടെ വലിയ സ്ഥാനമാണ് ലഭിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് തന്നെ എടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വലിയ ആരോപണം വരുന്നു, തെളിവ് സഹിതം വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സകല ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വരുന്നു. അദ്ദേഹമാണെങ്കിൽ അത് നിഷേധിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി വലിയ സ്റ്റാറാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട് പല കോണുകളിൽ നിന്നും വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പത്തെക്കാട്ടിലും കൂടുതൽ റീച്ചാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ അദ്ദേഹം ഭാവിയിൽ ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെ ആകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്തായിരുന്നാലും കേരളത്തിൽ അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ട്രീ പോർട്ടർ ചാനലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി കേരളത്തിൽ നടക്കും. ഇവരാണ് സ്പോൺസർമാരായിട്ട് നിൽക്കുന്ന, പ്രധാനമായിട്ടും ആൻഡോ അഗസ്റ്റിൻ. അത് കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് വ്യാപകമായിട്ട് ഇവർ പണപ്പിരിവ് നടത്തി എന്ന് പറയപ്പെടുന്നു. പണപ്പിരിവ് നടത്തിയ ശേഷം മെസ്സി ഇതുവരെ കേരളത്തിൽ എത്തിയിട്ടില്ല. മെസ്സി എവിടെയെന്ന് ചോദിച്ചാൽ, മെസ്സിയെ കാണണമെങ്കിൽ ESPN 10 സ്പോർട്സോ ഇട്ട് നോക്കടാ. നമ്മുടെ പോഞ്ഞിക്കര പറയുന്നത് പോലെ ചേട്ടാ കുറച്ച് ചോറെന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തതിൻ്റെ എന്നിടത്ത് കഴിക്കടാ എന്ന് പറയുന്നത് പോലെ മെസ്സിയെ കാണണമെങ്കിൽ വല്ല ESPN 10 സ്പോർട്സോ ഇട്ട് നോക്കടാ എന്നാണ് മാധ്യമപ്രവർത്തകരോട് ആൻ്റണി പറയുന്നത്. അപ്പോൾ ഈ പിരിച്ച പൈസയൊക്കെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ, അത് ഒന്നുകിൽ ഞാൻ അവിടെ കൊണ്ട് അടച്ചു, അല്ലെങ്കിൽ ഒന്നുകിൽ അവർ തിരിച്ചു തരും. പക്ഷേ അടുത്ത വിൻഡോയിൽ കയറി ഈ വിൻഡോയിൽ വരാത്തത് കൊണ്ട് അപ്പുറത്തെ വിൻഡോയിലായിട്ട് മെസ്സി വരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്നും ആൻഡോ അഗസ്റ്റിൻ വച്ച് കീച്ചുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയ ക്ഷീണം റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കേരളത്തിലെ പ്രബുദ്ധരുടെ ശ്രദ്ധ എങ്ങനെയെങ്കിലും ഒന്ന് വഴിതിരിച്ചു വിടണം. അത് വഴിതിരിച്ചു വിടാനായിട്ടുള്ള നല്ലൊരു ഉണക്കത്തങ്ങാണ് കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഒരു വാർത്ത എന്ന് പറയുന്നത്. അങ്ങനെ അത് കൃത്യമായിട്ട് വൈകുന്നേരമായപ്പോൾ അവർ വഴിതിരിച്ചു വിടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയെല്ലാം ഈ വാർത്തയുടെ പിറകെ പോയി. ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന അജണ്ട എന്ന് പറയുന്നത്. നമ്മുടെ ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഡയലോഗുണ്ട്, ഒരു എല്ലിൻ കഷ്ണത്തിൻ്റെ രണ്ടറ്റം മുറിഞ്ചി ജീവിക്കുന്ന രണ്ട് തീയ ശക്തികളാണ് ആര്? ഈ മാധ്യമപ്രവർത്തകരും പൊളിറ്റീഷ്യൻസും. അങ്ങറ്റവും ഇങ്ങറ്റവും നിൽക്കുന്ന രണ്ട് പാരസൈറ്റ്സും മാത്രമാണ് മാധ്യമങ്ങളും പൊളിറ്റീഷ്യൻസും എന്ന് പറയുന്നത്. അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ വ്യസനസമേതം അത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ഒരു കേരളത്തിലെ പ്രബുദ്ധ മലയാളിയുടെ ശ്രദ്ധയൊന്ന് തിരിച്ചുവിടാനായി രാജീവ് ചന്ദ്രശേഖരൻ്റെ പഴയ കേസ് എന്ന് പറഞ്ഞാൽ കോടതി പോലും തീർപ്പാക്കിയ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് എന്തോ ഒരു വലിയ എക്സ്ക്ലൂസീവ് എന്ന നിലയിൽ ഇവർ അവതരിപ്പിക്കുകയാണ്. ഇവർ ആ വലിയ എക്സ്ക്ലൂസീവ് എന്ന നിലയിൽ വലിയ കൊട്ടും പാട്ടും ആരവവും ഒക്കെയായി മാധ്യമപ്രവർത്തകരറിയാലോ, മാധ്യമങ്ങൾ ഒരു വാർത്ത പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് ഒക്കെ ആണെങ്കിൽ ടാടട്ടൻ ഉദ്വേഗജനകമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളായിട്ട് ഈ വാർത്ത അങ്ങോട്ട് പെടക്കുകയാണ്. പക്ഷേ കേരളത്തിലെ മറ്റു മാധ്യമങ്ങളൊന്നും തന്നെ ഈ സംഭവം ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. സുഡാപ്പി മാധ്യമങ്ങളായിട്ടുള്ള സിറാജ്, സുപ്രഭാതം ഒക്കെ ഏറ്റെടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലൊക്കെ ഞാൻ ഈ വാർത്ത കണ്ടു. പക്ഷേ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ, മനോരമ, മാതൃഭൂമി അടക്കമുള്ള അവരും ഇപ്പോഴും അവരുടെ കൾച്ചർ കീപ്പ് ചെയ്യാനുള്ള മാക്സിമം ശ്രമത്തിലാണ്. ലാസ്റ്റ് ശ്രമമാണ്. പക്ഷേ അവരും ഈ ഒരു ലെവലിലേക്ക് താഴ്ന്നു വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എങ്കിലും അവരിപ്പോൾ നിലവിലത് കീപ്പ് ചെയ്യുന്നുണ്ട്. അവരൊന്നും അത് ഏറ്റെടുത്തില്ല. കാരണം ഇതിൽ കഴമ്പില്ല. ഇതിപ്പോൾ നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സുരേഷ് ഗോപി വോട്ട് ചോരി നടത്തിയാണ് ജയിച്ചത് എന്നിവർ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്ന് കേരള പോലീസ് വരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കേരള പോലീസിന് ഈ വോട്ട് ചോരിയെ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേരള പോലീസിന് ഒരു പരാതി പോകുന്നു. ഈ പരാതി കേരള പോലീസ് നിയമോപദേശത്തിന് വിടുന്നു. നിയമോപദേശം പറഞ്ഞു, പൊന്നു മോനെ, ഈ പരാതി കൊണ്ട് കോടതി എടുത്ത് നിന്നെയും മറ്റവനെയും തോട്ടിലെറിയും എന്ന് കൃത്യമായിട്ട് നിയമോപദേശം ലഭിക്കുന്നു. അപ്പോൾ ഇതിൽ കഴമ്പില്ല, ഈ വോട്ട് ചോരിയിൽ കഴമ്പില്ല എന്ന് കേരള പോലീസ് തന്നെ പറഞ്ഞൊരു സാഹചര്യത്തിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും സുരേഷ് ഗോപി അധിക്ഷേപിക്കാൻ പറയുന്നതാണ് വോട്ട് ചോരി നടത്തി ജയിച്ച സുരേഷ് ഗോപി എന്ന്. അപ്പോൾ ഒരു കഴമ്പും ഇല്ലാത്തൊരു സാധനം രാജീവ് ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇനി രാജീവ് ചന്ദ്രശേഖരൻ ഏത് സ്ഥലത്ത് പോയാലും ഭൂമി കൊള്ള നടത്തിയ രാജീവ് ചന്ദ്രശേഖരൻ
എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരും. അതിലൊരു കഴമ്പുമില്ലെങ്കിൽ പോലും സംഭവം എന്ന് പറഞ്ഞാൽ ഈ വ്യവസായത്തിന് സർക്കാർ നൽകിയ ഭൂമി അത് രാജീവ് ചന്ദ്രശേഖരൻ മറിച്ചു വിറ്റു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം എന്ന് പറയുന്നത്. പോരാത്തതിന് KN ജഗദീഷ് കുമാർ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റാണ് സുപ്രീം കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും പരാതിയുമായിട്ട് പോയിരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, കർണാടക സർക്കാർ പാട്ടത്തിന് കൊടുത്ത ഭൂമി രാജീവ് ചന്ദ്രശേഖരൻ മറിച്ചു വിറ്റു. ഭൂമി BPL എന്ന് പറയുന്ന കമ്പനി ഫാക്ടറിക്കായിട്ട് കൊടുത്തതാണ്. BPL എന്ന് പറയുന്ന കമ്പനിയുടെ ഫാക്ടറിക്കായിട്ട് കൊടുത്തു. 313.9 കോടി രൂപയ്ക്കാണ് ഇത് രാജീവ് ചന്ദ്രശേഖരൻ മറിച്ചു വിറ്റത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവരങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ ബിസിനസ്സിനും ഫാക്ടറിക്കും മറ്റും സഹായിക്കുന്ന KIADB, കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയൽ ഡെവലപ്മെൻറ്റ് ബോർഡ്, അതിൽ നിന്നും എടുത്ത ഭൂമി മറിച്ച് വിറ്റ് 500 കോടി കൈക്കലാക്കി എന്നാണ് പറയുന്നത്. അതിൽ എനിക്കൊരു ഡൗട്ടുണ്ട്, എൻ്റെ മാത്രം ഡൗട്ടായിരിക്കാം. 313 കോടി രൂപയ്ക്ക് അയാൾ വിറ്റു എന്ന് പറയുന്നു, അയാൾ 500 കോടി കൈക്കലാക്കി എന്ന് പറയുന്നു. അതെങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി അടുത്തൊരു സംഭവം ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ 1994 രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിന് KIADB വഴി ഈ ഭൂമി കിട്ടുന്നത്. ഇതിനുശേഷം 3 മാസത്തിനകം ഇതിൻ്റെ പ്ലാൻ, അതായത് BPLൻ്റെ ഫാക്ടറിക്കുള്ള പ്ലാനൊക്കെ തരണമെന്ന് പറഞ്ഞു. പക്ഷേ 14 വർഷമായിട്ടും ഒരു കല്ല് പോലും വച്ചില്ല. 14 വർഷത്തിന് ശേഷം ഇത് മാരുതി സുസുക്കിക്ക് അടക്കമുള്ള ഫാക്ടറികൾക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് മറിച്ചു വിറ്റു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആരോപണത്തിൽ യാതൊരുവിധ കഴമ്പുമില്ല. നമ്മുടെ സന്ദീപ് വാര്യർ അറിയാലോ, BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയ, പക്ഷേ ഇപ്പോഴും BJP മാത്രമാണ് തൻ്റെ ഉള്ളിലെന്ന് നിരന്തരം തെളിയിച്ച് BJPയെ മാത്രം നോക്കിയിരിക്കുന്ന സന്ദീപ് വാര്യർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖം രക്ഷിക്കാനായിട്ട് ശ്രീ കൃഷ്ണകുമാർ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ BJPയിലെ പ്രബലനായിട്ടുള്ള നേതാവിനെതിരെ ഒരു പീഡനാരോപണം നമ്മുടെ VD സതീശന് കൊളുത്തി കൊടുത്തു. ആ കൊളുത്തി കൊടുത്ത സാധനം എന്ന് പറഞ്ഞാൽ കോടതി 5-6 വട്ടം തീർപ്പാക്കിയ സാധനമാണ്. അതായത് ഇയാളുടെ കുടുംബത്തിലുള്ളൊരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആരോപണം. ആ കോടതി ഉത്തരവ് കൃത്യമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു കുടുംബ വഴക്ക് എന്ന് പറയുന്ന ഒരു സാധനം കോടതിയിലേക്ക് എത്തിയപ്പോൾ ഈ വക്കീലന്മാരെന്ന് പറയുന്ന ഭയങ്കര തുരപ്പന്മാരാണ്. അവർ പറഞ്ഞു ഒരു പീഡനം കൂടെ ചേർത്തോ കേസ് കുറച്ച് സ്ട്രോങ് ആവുമെന്ന് പറയും. ഇത് പല സ്ഥലങ്ങളിലും നടക്കുന്നൊരു കാര്യമാണ്. ഉദാഹരണം, ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും കുറച്ച് പണം മേടിക്കുന്നു. പ്യൂർലി സാമ്പത്തിക ഇടപാടാണ്. അങ്ങനെ പണം ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഈ പുരുഷൻ അത് കൃത്യമായിട്ടുള്ള സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു, ഈ പുരുഷനോട് ചോദിക്കുമ്പോൾ ഈ പുരുഷൻ പറയുന്നു തരാൻ പറ്റില്ല എന്ന് പറയുകയും ആ സ്ത്രീയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീ പോലീസിനെ സമീപിക്കുന്നു, വക്കീൽ വരുന്നു. സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് കുറ്റം? സാമ്പത്തിക തട്ടിപ്പ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരെ വെല്ലുവിളിച്ചു രണ്ടാമത്തെ കാര്യം. അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ വകുപ്പുകൾ ഇടേണ്ട സ്ഥലത്ത് വക്കീൽ പറയും ഒരു കാര്യം ചെയ്യും, ഒരു പീഡനോ അല്ലെങ്കിൽ ഇൻസൾട്ടിങ് ദ മോഡസ്റ്റി ഓഫ് ദ വുമണ അല്ലെങ്കിൽ കയറി പിടിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലും കൂടെ വെച്ച് കൊടുക്ക്, എങ്കിൽ മാത്രമേ കേസ് ഒന്ന് സ്ട്രോങ് ആവൂ. അങ്ങനെ കേസ് സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ, അവനൊന്ന് വരണ്ടു പോവുകയുള്ളൂ. അങ്ങനത്തെ രീതിയിലേക്കാണ് നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ നിയമ സംവിധാനങ്ങളിൽ കുരുങ്ങി യഥാർത്ഥത്തിൽ ഒരു വ്യാജ കേസാണെന്ന് തെളിഞ്ഞൊരു സംഭവമാണ് C കൃഷ്ണകുമാറിനെതിരെ വന്നത്. അതിൽ സന്ദീപ് വാര്യരടക്കം ചൂളിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സമാനമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെതിരെ കൊണ്ടുവന്ന ഈ കേസ് ഇപ്പോൾ വന്നപ്പോൾ തന്നെ BPL അവരൊരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം, BPL ലിമിറ്റഡ് വിഷസ് ടു ക്ലാരിഫൈ ആൻഡ് സെറ്റ് ദ റെക്കോർഡ് സ്ട്രേറ്റ് റിഗാർഡിംഗ് കറന്റ് മീഡിയ റിപ്പോർട്ട്സ് ആൻഡ് അലിഗേഷൻസ് റിലേറ്റഡ് ടു ദ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് KIADB ലാൻഡ് അലോട്ട്മെൻറ്റ് കേസ് എന്ന് പറഞ്ഞ വലിയ രീതിയിലൊരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് ഇതിലൊന്നും യാതൊരുവിധ കഴമ്പുമില്ല. അത് മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്, കഴമ്പില്ലാത്തൊരു കേസാണെന്ന് പറഞ്ഞ്. ഈ കഴമ്പില്ലാത്ത കേസാണെന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്യാം, മലയാളത്തിൽ വായിക്കാം, ചിലപ്പോൾ കമ്മിക്കൂട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും. അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1998 കേസ് നമ്പർ അപ്പീൽ സിവിൽ 2166 വിധിന്യായത്തിൽ 2003 ഒക്ടോബർ 13 അവിടെ കർണാടക ഹൈക്കോടതിയുടെ മുൻ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കുകയും ഭൂമി അനുവദിക്കൽ പ്രക്രിയയിലെ ഏതെങ്കിലും നിയമവിരുദ്ധതയുമായി ബന്ധപ്പെട്ട് BPL ലിമിറ്റഡിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായി തള്ളുകയും ചെയ്തു. അതും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തള്ളിയ ഒരു കേസാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഭൂമി അനുവദിച്ചതിൽ കർണാടക സംസ്ഥാനമോ ഈ KIADBയോ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സുപ്രീം കോടതി കണ്ടെത്തുകയാണ് ചെയ്തത്. ചുവപ്പ് നാട ഇല്ലാതാക്കുക എന്നതാണ് സംസ്ഥാനത്തിൻ്റെ ഏകജാലക ക്ലിയറൻസ് സംവിധാനം ഉദ്ദേശിച്ചതെന്നും പോരാത്തതിന് വിശദമായ ചർച്ചയിലൂടെ എടുത്ത തീരുമാനത്തെ നിയമത്തിലെ ദുരുപയോഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമായി ചൂണ്ടിക്കാട്ടി. ഒന്നിലധികം മുൻവിധികൾ ഉദ്ധരിച്ച് ഉന്നതതല സമിതിയിൽ 15 പ്രധാന വകുപ്പുകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്
വിധിന്യായത്തിൽ ഊന്നി പറഞ്ഞു. അതനുസരിച്ച് ഈ അടച്ചിട്ട കാര്യം പുനരുജ്ജീവിപ്പിക്കാനോ തെറ്റായി പ്രതിനിധീകരിക്കാനോ ഉള്ള ഏതൊരു പുതുക്കിയ ശ്രമത്തിനും നിയമപരമായിട്ടുള്ള യോഗ്യതയോ സ്ഥാനമോ ഇല്ല എന്ന് കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് കം ടു ദ പോയിന്റ്, നമുക്ക് പോയിന്റിലേക്ക് വരാം. എന്തിനാണ് റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ ഈ കാര്യം കൊണ്ടുവന്നത്? റിപ്പോർട്ടർ ചാനൽ മൊത്തത്തിൽ ഒരു നിലമില്ല കയത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ചാനൽ സമ്പൂർണ്ണമായിട്ടും ഓടുന്നത് പണത്തിൻ്റെ കൊഴുപ്പിലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. 24 ചാനലിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന അരുൺകുമാറിനെ കോടികൾ കൊടുത്താണ് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടറിലേക്ക് എത്തിച്ചത് എന്നൊരു കിംവദന്തിയുണ്ട്. അതായത് അരുൺകുമാർ ചാനൽ സ്വന്തം ജോലി പോലും രാജിവെച്ചിട്ട്, അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ആരെങ്കിലും വേണ്ടാന്ന് വയ്ക്കൂ, ആ ജോലി പോലും രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അരുൺകുമാറിൻ്റെ പോക്കറ്റിൽ കനത്തിൽ എത്ര തുകയാണ് വന്ന് വീഴുന്നത് എന്ന് നമുക്ക് ഒരു ലോജിക്കലി ചിന്തിക്കാമെന്നുള്ള കാര്യമുള്ളൂ. ഇതിന് വലിയ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. പോരാത്തതിന് അതുപോലെ എത്ര മാധ്യമപ്രവർത്തകരെയാണ് എടുത്തിട്ടുള്ളത്. അപ്പുറത്ത് നിന്ന് ഇവൻ മരംമുറി കള്ളനാണ് എന്ന് പറഞ്ഞ അരുൺകുമാർ ഇപ്പുറത്ത് വന്ന ശേഷം അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റി. അപ്പോൾ ഇത്രയൊക്കെയുള്ള നിലപാട്, പണത്തിന് മുകളിൽ അരുൺകുമാറും പറക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അത് അങ്ങനെ തന്നെയാണ്. ഇവിടെ നിലപാടും കാര്യങ്ങളൊന്നും ഒരു പ്രശ്നം അല്ല. അങ്ങനെ വലിയ തുകയ്ക്ക് പല ആൾക്കാരെയും എടുത്തു ഈ ചാനൽ റിപ്പോർട്ടർമാരെ, പല ആൾക്കാരെയും മുന്തിയ റിപ്പോർട്ടർമാരെ തന്നെ എടുത്തു എന്ന് പറയേണ്ട, അവരെ പർച്ചേസ് ചെയ്തു. അങ്ങനെ പർച്ചേസ് ചെയ്ത് ഇവരുടെ അജണ്ടയുടെ രീതിയിൽ എന്തു ചെയ്തു? കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിയെ മോൾഡ് ചെയ്യാം എന്നൊരു വ്യാമോഹം ഈ ചാനൽ ഉണ്ടായിപ്പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട തലവനായിരിക്കുന്ന ആൻഡോ അഗസ്റ്റിനാകട്ടെ ഒരു കാട്ടുകള്ളനും. ഇതാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ ദുരന്തപൂർണ്ണമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴുള്ള കേരളത്തിലുള്ള കുറേ ആൾക്കാർ കാണുന്ന ഈ ചാനലാണ്. കുറേ ആൾക്കാർ ഈ ചാനൽ കാണുന്നു എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിനെ തകർക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള CPM അടക്കമുള്ള മാധ്യമങ്ങൾക്കുണ്ട്. കാരണം ഏഷ്യാനെറ്റിന് 1994 തുടങ്ങിയ ഒരു മാധ്യമമായതുകൊണ്ട് വലിയ ബ്രാൻഡിംഗ് ഉണ്ട് ഏഷ്യാനെറ്റിന്. ആരെവിടെ പോയാലും ഏഷ്യാനെറ്റാണ് ഇടുന്നത്, ഏഷ്യാനെറ്റ് വെച്ച് നോക്കൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റിനെ എങ്ങനെയെങ്കിലും തകർക്കണം. അതിന് ഇവർക്ക് കൈരളിയെ കൊണ്ട് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മിനി കൈരളി ചാനലായിട്ട് ഈ റിപ്പോർട്ടർ അഥവാ ട്രിപ്പോർട്ടർ ചാനലെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളത് കമ്മികളുടെ രഹസ്യമായിട്ടുള്ള അജണ്ടയാണ്. അതിനായിട്ട് അവർ ഫണ്ട് കൊടുക്കുന്നുണ്ടോ, PR കൊടുക്കുന്നുണ്ടോ, PR റിപ്പോർട്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഈ PR എന്ന് പറയുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും അതെന്താണ് സാധനമെന്ന്. ആ സാധനം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കൊട്ടേഷൻ സമ്പൂർണ്ണമായിട്ട് ചാനലുകൾ ഏറ്റെടുക്കും. അത് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ എല്ലായിടത്തും കാണുന്നൊരു സംഭവമാണ്. ഓൺലൈൻ മാധ്യമങ്ങളിലും ഉണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളിൽ PR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി വരികയും അവരുടെ വാർത്തകൾ കൊടുക്കുന്നതിന് ഞങ്ങൾ നിങ്ങൾക്കൊരു തുക തരാം, നിങ്ങളത് കൊടുക്കൂ എന്നുള്ളതാണ് ഈ PR എന്ന് പറയുന്നത്. അങ്ങനെ പല ചാനലുകളും ഇവിടെ PR ചെയ്യുന്നുണ്ട്. ആ PR ചെയ്യുന്ന കൂട്ടത്തിൽ സാറ്റലൈറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഇത്ര തുക കിട്ടുന്നുണ്ടെങ്കിൽ സാറ്റലൈറ്റ് മാധ്യമങ്ങളുടെ ഒരു തുക മാത്രമല്ല, ആ പണത്തിൻ്റെ കൂടെ പവറും അവർക്ക് ലഭിക്കുകയാണെന്നുള്ളതാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ടുള്ളൊരു അഭേദ്യമായിട്ടുള്ള ബന്ധം അവർക്ക് ലഭിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്ത് പറയേണ്ടതുണ്ട്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഉത്ഭവം, അതിപ്പോൾ ആൻഡോ അഗസ്റ്റിൻ കയറിയ ആ ഒരു സംഭവവും അതിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന രീതിയും ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകളും ദുരൂഹമാണ്. പോരാത്തതിന് ഇത് എനിക്കിപ്പോൾ തുറന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം തുറന്നങ്ങനെ ബ്ലണ്ടായിട്ട് പറയാൻ സാധിക്കില്ല, കാരണം തെളിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ ചാനലിൽ ഒരു നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അന്തർധാരയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. ഈ കേന്ദ്രം ഒരു പണി ചെയ്യും. അതായത് ഒരു കള്ളൻ അവൻ 3 വട്ടം, ഒരു വട്ടം കക്കുകയാണെങ്കിൽ കേന്ദ്രം കണ്ണടിക്കും. 2ാമത്തെ വട്ടം ആ കോൺഫിഡൻസിൽ അവൻ വീണ്ടും കക്കും, അപ്പോഴും കണ്ണടിക്കും. 3ാമത്തെ വട്ടവും കക്കും, അപ്പോഴും കണ്ണടിക്കും. 4ാമത്തെ വട്ടം കക്കുമ്പോൾ ഇയാൾ കോൺഫിഡൻ്റ് ആവും. 5ാമത്തെ വട്ടം കക്കുമ്പോൾ ഇയാൾ സൂപ്പർ കോൺഫിഡൻ്റ് ആവും. അങ്ങനെ 6ാമത്തെ വട്ടം ഇറങ്ങുമ്പോഴായിരിക്കും കേന്ദ്രം ഇവനെ അടപടലം സമ്പൂർണ്ണമായിട്ടുള്ള തെളിവ് ശേഖരിച്ച് പൂട്ടുന്നത്. ഇത്ര മാത്രമേ പറയാനായിട്ട് എനിക്കിപ്പോൾ നിർവാഹമുള്ളൂ. എന്തു തന്നെയായിരുന്നാലും ഈ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, രാജീവ് ചന്ദ്രശേഖരൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ, അതൊക്കെ തള്ളിപ്പോയ കേസാണ്. റിപ്പോർട്ടർ ചാനലിനോട് ചോദിക്കാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രൈം നമ്പർ 251/21 പ്രകാരമുള്ള ഒരു ക്രിമിനൽ കേസ് പ്രതി, ആ ക്രിമിനൽ കേസ് പ്രതി എന്ന് പറഞ്ഞാൽ മരം മുറിച്ചു, വനത്തിൽ കയറി മരം മുറിച്ചു എന്നുള്ളതാണ് ക്രിമിനൽ കേസ് പ്രതിക്കെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം. വയനാട്ടിലെ പല പോലീസ് സ്റ്റേഷനുകളുമായിട്ട് 9 കേസുണ്ട്. പോരാത്തതിന് 31 കുറ്റപത്രങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. 10 ഇനിയും സമർപ്പിക്കാനുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഈ ചാനലിന് ഒരു പ്രത്യേക പരിഗണനയുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയൊരു ക്രിമിനൽ, ഈ ക്രിമിനലിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റമെന്ന് പറയുന്നത്
വഞ്ചനയുണ്ട്, വിശ്വാസവഞ്ചനയുണ്ട്, വ്യാജരേഖ ചമയ്ക്കലുണ്ട്, കള്ളരേഖ ഉപയോഗിക്കലുണ്ട്, ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, PDPP ആക്ട് അടക്കം ചുമത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പോരാത്തതിന് വനത്തിൽ കയറി ഈ മരം മുറിക്കുക എന്ന് പറയുന്നത് ജയിലിടിഞ്ഞാൽ പുറത്തു വരാത്ത കാര്യമാണ്. പോരാത്തതിന് തട്ടിപ്പിൻ്റെ വലിയൊരു ചരിത്രം തന്നെയുള്ളൊരു വ്യക്തി. മരം മുറി കേസുണ്ട്, മാംഗോ തട്ടിപ്പുണ്ട്. അപ്പോൾ വയനാട് ടൗൺഷിപ്പ് നടത്തിത്തരാം എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഈ വ്യക്തി എങ്ങനെയാണ് സർക്കാരുമായിട്ട് ബന്ധം പുലർത്തുന്നത്? ഈ വ്യക്തിയുമായിട്ട് സർക്കാരിന് എന്താണ് ബന്ധം? ഈ ക്രിമിനലിനുമായിട്ട് സർക്കാരിന് എന്താണ് ബന്ധം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇയാൾ എങ്ങനെയാണ് ഈ പരിപാടി സ്പോൺസർ ചെയ്യുന്നത്? ഇത് സർക്കാരിൻ്റെ പരിപാടിയാണോ? മെസ്സിയുമായിട്ട് സർക്കാർ സംസാരിച്ചോ? നമ്മുടെ ഏതെങ്കിലും മന്ത്രി മെസ്സിയുമായിട്ട് സംസാരിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു രേഖയോ അർജൻറ്റീനയുടെ ആ ക്ലബ്ബുകളുടെ എന്തെങ്കിലും ഒരു രേഖയോ നിങ്ങൾക്ക് പുറത്തുവിടാൻ സാധിക്കുമോ? അടുത്ത കാര്യം, ഇത് കേന്ദ്രം അറിഞ്ഞോ? കാരണം മെസ്സി ഇങ്ങോട്ടേക്ക് വരുമ്പം കേന്ദ്രത്തിനാണല്ലോ ഏറ്റവും അവസാനത്തെ പവർ എന്ന് പറയുന്നത്. കേന്ദ്രം ഈ കാര്യം അറിഞ്ഞോ എന്നുള്ളത് ഒരു $1 മില്യൺ ക്വസ്റ്റ്യനാണ്. ഇനി ഒരു രേഖയും ഇല്ലെങ്കിൽ, ആ ഒരു രേഖയുമില്ലാതെ ഇയാൾ സ്പോൺസറായിട്ട് എങ്ങനെ ഇതിനകത്ത് കയറിപ്പറ്റി? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ എവിടെ നിന്നാണ് എന്നുള്ള ചോദ്യവും ഇതിനോടൊപ്പം നമ്മൾ ഉയർത്തുന്നുണ്ട്. പോരാത്തതിന് സ്പോൺസറുമായിട്ട് സർക്കാരിന് എന്താണ് ബന്ധം? ഈ GCDA അധികാരത്തിലുള്ള സ്റ്റേഡിയം എങ്ങനെയാണ് ഇയാൾക്ക് അനുവദിച്ച് കിട്ടിയത് എന്നുള്ളത് $1 മില്യൺ ക്വസ്റ്റ്യനാണ്. അടുത്തതായിട്ട്, സർക്കാർ സംവിധാനത്തിൽ നമ്മുടെ ജയത്തിലക്കടക്കം ഒരു വിവാദ ഉത്തരവോ പ്രസ്താവനയോ പുറത്തുവിട്ടിരുന്നു. അതിനകത്തടക്കം നമുക്ക് മനസ്സിലാവുന്നത് സർക്കാർ സംവിധാനത്തിൽ ഇയാൾ എങ്ങനെ കയറിപ്പറ്റി എന്നുള്ളൊരു ചോദ്യമുണ്ട്. സർക്കാർ സംവിധാനത്തിൽ ഇയാൾ എങ്ങനെ കയറിപ്പറ്റി? കലൂർ സ്റ്റേഡിയത്തിൽ മെസ്സി വരുമെന്ന് ഒരു രേഖയുമില്ലാതെ എങ്ങനെയാണ് അവിടെ പണി നടത്തിയത്? ഇതിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ്? സർക്കാരാണ് ഇതിൻ്റെ ഫണ്ട് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് ഇവിടെ പണി നടത്തി മെസ്സി വരാതിരുന്നാൽ ആര് തിരിച്ചടയ്ക്കും? ഇനി ഇയാളാണ് ഫണ്ട് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്രോതസ് എവിടെ നിന്നാണ്? ഈ പണം പിരിച്ചത് ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ്? എങ്ങനെയാണ് പണം മെസ്സിക്ക് കൈമാറിയത്? മെസ്സിക്ക് തന്നെയാണോ ഇത് കൈമാറിയിരിക്കുന്നത്? 130 180 കോടി കൈമാറിയെന്നാണ് പറയുന്നത്, ചില്ലറ തുകയല്ല. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനെല്ലാത്തിനും നിങ്ങൾ കുട പിടിക്കുന്നുണ്ടല്ലോ, ആ നിങ്ങൾ മെസ്സി വരും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. കാരണം അവർ പ്രബുദ്ധരാണ്. അതുകൊണ്ട് അവർ ഈ വാർത്ത കിട്ടിയില്ലെങ്കിൽ വേറൊരു വാർത്തയുടെ പുറകെ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് എത്തിക്കലല്ല, അത് കൂടുതലും സ്വാർത്ഥ താല്പര്യങ്ങൾക്കും സ്വജനപക്ഷപാതങ്ങൾക്കും വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ചാലല്ല, ചിന്തിക്കാതെ തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ശരി.